Good day all of you. Welcome to Kunji's class. Today we will discuss about your history first chapter, the French Revolution. Shall we start? The French Revolution. എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം. On the morning of 14th July 1789, the city of Paris was in a state of alarm. The king had commanded troops to move into the city. Rumors spread that he would soon order the army to open fire upon the citizens. അതായത് 1789 1789 ജൂലൈ 14 രാവിലെ പാരീസ് നഗരം ഭയാനകമായ ഒരവസ്ഥയിലായിരുന്നു. അതിന് കാരണം എന്തായിരുന്നു? ഒരു റൂമർ അവിടെ സ്പ്രെഡ് ചെയ്തു. എന്തായിരുന്നു റൂമർ? രാജാവ് പട്ടണത്തിലേക്ക് നീങ്ങാനായിട്ട് സൈന്യത്തോട് ആജ്ഞാപിച്ചിരുന്നു. അതായത് സൈന്യം പട്ടണത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അവിടെ ഒരു റൂമർ പരന്നത്. അതായത് പൗരന്മാർക്ക് നേരെ വെടിയുതിർക്കാൻ സൈന്യത്തോട് രാജാവ് ഉത്തരവിടുമെന്നുള്ള ഒരു റൂമറായിരുന്നു അവിടെ സ്പ്രെഡായത്. 77,000 men and women gathered in front of the town hall and decided to form a people's militia. അങ്ങനെ ഒരു റൂമർ സ്പ്രെഡായതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഇതിനെതിരെ ഒരു പീപ്പിൾസ് മിലിഷ്യ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. ദേ ബ്രോക്ക് ഇൻ ടു എ നമ്പർ ഓഫ് ഗവൺമെൻറ് ബിൽഡിങ്സ് ഇൻ സെർച്ച് ഓഫ് ആംസ്. അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ആയുധങ്ങൾ തേടി നിരവധി സർക്കാർ കെട്ടിടങ്ങൾ തകർത്തു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓൺ ദി മോർണിംഗ് ഓഫ് 14th July 1789 ദി സിറ്റി ഓഫ് പാരീസ് വാസ് ഇൻ സ്റ്റേറ്റ് ഓഫ് അലാം. വൈ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ദ കിങ് ഹാഡ് കമാൻഡഡ് ട്രൂപ്സ് ടു മൂവ് ഇൻ ടു ദ സിറ്റി. റൂമേഴ്സ് സ്പ്രെഡ് ദാറ്റ് ഹി വുഡ് സൂൺ ഓർഡർ ദി ആർമി ടു ഓപ്പൺ ഫയർ അപ്പോൺ ദി സിറ്റിസൺസ്. Finally, a group of several hundred people marched towards the eastern part of the city and stormed the fortress prison, the Bastille, where they hoped to find hot ammunition. ഫൈനലി ഒടുവിൽ നൂറുകണക്കിന് ആളുകളുടെ ഒരു സംഘം നഗരത്തിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക്, അതായത് ഈസ്റ്റേൺ പാർട്ടിലേക്ക് മാർച്ച് ചെയ്യുകയും അതിനുള്ളിൽ ആ കോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ ജയിലിനുള്ളിൽ ആക്രമണം നടത്തുകയും ചെയ്തു. അവരവിടെ പൂഴ്ത്തി വെച്ചിരുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വെച്ചിരുന്ന വെടിമരുന്ന് കണ്ടെത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം ഈ കോട്ടയ്ക്കുള്ളിലാണ് ഇങ്ങനെയുള്ള ഈ യുദ്ധമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇൻ ദി ആർമഡ് ഫൈറ്റ് ദാറ്റ് ഫോളോവേഡ് ദ കമാൻഡർ ഓഫ് ദി ബാസ്റ്റിൽ വാസ് കിൽഡ് ആൻഡ് ദി പ്രിസണേഴ്സ് റിലീസ്ഡ്. ദോ ദെയർ വെയർ ഓൺലി 7 ഓഫ് ദം. അതായത് ആകെ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രിസണിൽ. അപ്പോൾ അവർ റിലീസ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കമാൻഡറെയൊക്കെ വധിച്ചു. യെസ്റ്റ് ദി ബാസ്റ്റിൽ വാസ് ഹേറ്റഡ് ബൈ ഓൾ ബിക്കോസ് ഇറ്റ് സ്റ്റുഡ് ഫോർ ദി ഡെസ്പോട്ടിക് പവർ ഓഫ് ദി കിങ്. എന്നിട്ടും 7 പേര് മാത്രമേ ആ പ്രിസണിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ ബാസ്റ്റിലിനെ എല്ലാവരും വെറുത്തു. കാരണം അത് രാജാവിൻ്റെ സ്വേച്ഛാധിപത്യ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ഉറവിടമായിരുന്നു ആ ബാസ്റ്റിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ആ പ്രദേശത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ വെറുത്തു. ദ ഫോർട്രസ് വാസ് ഡിമോളിഷ്ഡ് ആൻഡ് ഇറ്റ്സ് സ്റ്റോൺ ഫ്രാഗ്മെൻറ്റ്സ് വെയർ സോൾഡ് ഇൻ ദി മാർക്കറ്റ്സ് ടു ഓൾ ദോസ് ഹൂ വിഷ്ഡ് ടു കീപ് എ സുവനീർ ഓഫ് ഇറ്റ്സ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ കോട്ട പൊളിക്കുകയും അതിൻ്റെ ആ ശിലാശകലങ്ങളൊക്കെ, അതായത് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന ശിലകളൊക്കെ അവർ നഗരത്തിൽ, അതായത് അതൊരു നാശമാണല്ലോ കാണിക്കുന്നത്, നശിപ്പിച്ച പ്രദേശം അല്ലേ, അതൊരു സുവനീർ പോലെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് വിൽക്കുകയും ചെയ്തു. The days that followed saw more rioting both in Paris and the countryside. Most people were protesting against the high price of bread. Much later, when historians looked back upon this time, they saw it is the beginning of a chain of events that ultimately led to the execution of the king in France, though most people at that time did not anticipate this outcome.
പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ പാരീസിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂടുതൽ കലാപങ്ങൾ നടക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ബ്രെഡിൻ്റെ ഉയർന്ന വിലയ്ക്കെതിരെ പ്രതിഷേധിക്കുക, അതായത് അക്കാലത്ത് ഭക്ഷ്യക്ഷാമമൊക്കെ നേരിടാൻ തുടങ്ങിയായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബ്രെഡിൻ്റെയൊക്കെ വില കുതിച്ചു കയറി. അപ്പോൾ ആ ബ്രെഡിൻ്റെയൊക്കെ വിലയ്ക്കെതിരെ അവർ പ്രതിഷേധിച്ചു. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരുപാട് കാലം കഴിയുമ്പോൾ ചരിത്രകാരന്മാർ ഈ സമയത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫ്രാൻസിലെ രാജാവിൻ്റെ വധശിക്ഷയിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ഒരു ശൃംഖലയുടെ തുടക്കമായാണ് അവരിതിനെ കാണുന്നത്. അതായത് ഫ്രാൻസിലെ രാജാവിൻ്റെ അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചരിത്രകാരന്മാർ അവിടെ ഗവേഷണം നടത്തുമ്പോൾ അല്ലെ അവരതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഫ്രഞ്ച് റവല്യൂഷനെക്കുറിച്ച് അതിലേക്ക് നയിച്ചു വരുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ കലാപങ്ങളിൽ കൂടിയാണ് തുടക്കം ഉണ്ടായത്. അതാണ് ഫ്രാൻസിലെ രാജാവിൻ്റെ വധശിക്ഷയിലേക്ക് നയിച്ച ഒരു സംഭവങ്ങൾ. അപ്പോൾ ആ സംഭവങ്ങളുടെ തുടക്കമായിട്ടാണ് ചരിത്രകാരന്മാർ ഇതിനെ കണ്ടത്, ഹിസ്റ്റോറിയൻസ് ഇതിനെ കണ്ടത്. ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിങ് ദ ലേറ്റ് 18th century. അപ്പോൾ ഈ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമല്ലോ. അതായത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രഞ്ച് സമൂഹം എങ്ങനെയായിരുന്നു. ഇൻ 1774 Louis XVI of the Bourbon family of kings ascended the throne of France. He was 20 years old and married to the Austrian princess Marie Antoinette. അതായത് 1774 ബർബൺ രാജകുടുംബത്തിലെ ലൂയി 16 ഫ്രാൻസിൻ്റെ രാജാവായി അഭിഷിക്തനായി, അല്ലെങ്കിൽ രാജാവായി സിംഹാസനത്തിൽ കയറി. അദ്ദേഹത്തിന് അന്ന് വെറും 20 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഓസ്ട്രിയൻ രാജകുമാരിയായ മേരി ആൻ്റോണിറ്റിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അപ്പോൾ 20 വയസ്സ് മാത്രം പ്രായമുള്ള രാജകുമാരനായിരുന്നു അല്ലെ രാജാവായിട്ട് അഭിഷിക്തനായത്. അപ്പോൺ ഹിസ് അസഷൻ ദ ന്യൂ കിങ് ഫൗണ്ട് ആൻ എംറ്റി ട്രഷറി. അതായത് അദ്ദേഹം രാജാവായി അധികാരത്തിൽ കയറുന്ന സമയത്ത് ഫ്രാൻസ് ഖജനാവെന്ന് പറയുന്നത് എംറ്റി ആയിരുന്നു, യാതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നീണ്ട വർഷങ്ങളിലുണ്ടായ ഒരു യുദ്ധം ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തകർക്കുകയാണ് ചെയ്തത്. ലോങ് ഇയേഴ്സ് ഓഫ് വാർ ഹാഡ് ഡ്രെയിൻഡ് ദി ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ഫ്രാൻസ്. അതായത് ഒരുപാട് വർഷത്തെ നീണ്ട യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ആ ഒരു സാമ്പത്തിക സ്രോതസ് എല്ലാം തകർന്നുപോയി. ആഡഡ് ടു ദിസ് വാസ് ദ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻ എക്സ്ട്രാവജൻറ്റ് കോർട്ട് അറ്റ് ദി ഇമ്മൻസ് പാലസ് ഓഫ് വെർസൈൽസ്. Under Louis XVI, France helped the 13 American colonies to gain their independence from the common enemy Britain. അതായത് അമേരിക്കയുടെ 13 കോളനികളെ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ ആ ബ്രിട്ടൻ്റെ അധീനതയിലുള്ള ഈ 13 കോളനികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഫ്രാൻസ് സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അവരുടെ ഖജനാവ് കാലിയാകാനുള്ള കാരണം. അപ്പോൾ ഈ 13 കോളനികളെ സഹായിച്ച് അവരെ സ്വതന്ത്രമാക്കി. ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും ഒക്കെ പൊതുശത്രുവായിരുന്നു ബ്രിട്ടന്. അപ്പോൾ അവരിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതായിരുന്നു ഫ്രാൻസിൻ്റെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അമേരിക്കയെ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഫ്രാൻസിൻ്റെ ഖജനാവ് അല്ലെങ്കിൽ ട്രഷറെല്ലാം ചോർന്നു പോയത്. ദ വാർ ആഡഡ് മോർ ദാൻ $1 billion livres to a debt that had already risen to more than $2 billion livres. അതായത് ലിവേഴ്സ് എന്ന് പറയുന്നത് അവരുടെ അക്കാലത്തെ ആ ഒരു നാണയമാണ്, മീൻസ് അവരുടെ കറൻസി അതാണ്. ഇപ്പോഴാണ് വേറെ എന്തോ ആണ്, ഫ്രാൻസിൻ്റെ കറൻസി മറ്റെന്തോ ആണ്, അന്ന് അതായിരുന്നു. അതായത് ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് 1 ബില്യണിലധികം ലിവറുകളായിരുന്നു ഇവർക്ക് നഷ്ടമായിട്ട് വന്നത്. അത് പിന്നീടത് 2 ബില്യൺ ലിവർ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കോടിയാണ് അല്ലേ. 2 ബില്യൺ എന്ന് പറയുമ്പോൾ 200 കോടി ലിവറാണ് അവർക്കവിടെ നഷ്ടമായിട്ട് വന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ഖജനാവ് കാലിയാകുന്നത്, എംറ്റി ആകുന്നത്. ലെൻഡേഴ്സ് ഹൂ ഗേവ് ദ സ്റ്റേറ്റ് ക്രെഡിറ്റ് നൗ ബിഗാൻ ടു ചാർജ് 10% ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കാനായിട്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് വായ്പ നൽകിയിരുന്നവർ, ലോൺ കൊടുത്തിരുന്നവർ അവരുടെ ഇൻട്രസ്റ്റ് 10% ആക്കി
ഇൻക്രീസ് ചെയ്തു. അതായത് 10% പലിശ രാജ്യം ഇവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു നിയമവും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. സോ ദ ഫ്രഞ്ച് ഗവൺമെൻറ് വാസ് ഒബ്ലൈജഡ് ടു സ്പെൻഡ് ആൻ ഇൻക്രീസിങ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ബഡ്ജറ്റ് ഓൺ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എലോൺ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഫ്രഞ്ച് ഗവൺമെൻറ്റിന് അവർക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് അവർക്ക് ഖജനാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് കൊടുക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളായിരുന്നു, അല്ലെങ്കിൽ അതിന് മാത്രമുള്ളതേ ഉള്ളായിരുന്നു. To meet its regular expenses such as the cost of maintaining an army, the court, running government offices and universities, the state was forced to increase taxes. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ബാക്കി ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ അല്ലേ. അവരുടെ ആർമിയെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ ബാക്കിയുള്ള എല്ലാം, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിനൊക്കെ അവർ വഴി കണ്ടെത്തി എങ്ങനെയാണ്, ടാക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരുന്നു. യെറ്റ് ഈവൻ ദിസ് മെഷർ വുഡ് നോട്ട് ഹാവ് സഫിസ്ഡ്. ഫ്രഞ്ച് സൊസൈറ്റി ഇൻ ദി 18th century വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 estates ആൻഡ് ഓൺലി മെമ്പേഴ്സ് ഓഫ് ദി 3rd estate പെയ്ഡ് ടാക്സസ്. എന്നിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു മാറ്റമൊക്കെ കൊണ്ടുവന്നെങ്കിൽ തന്നെ ഇതൊന്നും ഒരു ഫ്രാൻസിന് മതിയായ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പണം സ്വരൂപിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അവർ 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചു. അതിൽ 3ാമത്തെ എസ്റ്റേറ്റ് മാത്രമാണ് ടാക്സ് പേ ചെയ്തത്. ദ സൊസൈറ്റി ഓഫ് എസ്റ്റേറ്റ്സ് വാസ് പാർട്ട് ഓഫ് ദി ഫ്യൂഡൽ സിസ്റ്റം ദാറ്റ് ഡേറ്റഡ് ബാക്ക് ടു ദ മിഡിൽ ഏജസ്. ദ ടേം ഓൾഡ് റെജിം is usually used to describe the society and institutions of France before 1789. അപ്പം ഈ എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചു നമ്മൾ കണ്ടു അല്ലേ. ഈ എസ്റ്റേറ്റുകളുടെ സമൂഹം എന്ന് പറയുന്നത് പിന്നീട് ഒരു മിഡീവൽ പീരീഡിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതായിരുന്നു. അതായത് 1789 മുൻപുള്ള ഫ്രാൻസിലെ സമൂഹത്തെയും സ്ഥാപനങ്ങളെയും വിവരിക്കാൻ പഴയ ഭരണം എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നു. അതായത് 1789 മുൻപും പിൻപും അങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കുകയാണ് അല്ലേ. അപ്പം 1789 മുമ്പുള്ളതിനെ ഓൾഡ് റെജിം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വയർ ദി കോസസ് ഫോർ ദി എംറ്റി ട്രഷേഴ്സ് ഓഫ് ഫ്രാൻസ് അണ്ടർ ലൂയിസ് 16? അസസ് എനി 3 കോസസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രഷർ എംറ്റി ആകാനുള്ള കാരണം? എന്തെങ്കിലും 3 പോയിൻറ്റ്സ് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കുറേ പോയിൻറ്റ്സ് കണ്ടു അല്ലേ. When Louis XVI ascended the throne of France, he found an empty treasury. Long years of wars with neighbors had drained the financial resources of the country. അത് ടെക്സ്റ്റിലെ തന്നെ വേർഡ്സ് നമുക്ക് പറയാം. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ അവരുടെ ഖജനാവ് എന്താകുന്നത്, കാലിയാകുന്നത്. ദ കിങ്സ് കോർട്ട് അറ്റ് ദി ഇമ്മൻസ് പാലസ് ഓഫ് വെർസൈസ് വാസ് എക്സ്ട്രാവേഗൻറ്റ്. എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വാസ് സ്പെൻഡ് ഓൺ ഇറ്റ്സ് മെയിൻ്റനൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമാകും. ഫ്രാൻസ് ഓൾസോ ഹെൽപ്ഡ് ദ അമേരിക്കൻ കോളനീസ് ടു ഗെയിൻ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടൻ വിച്ച് വാസ് എ കോമൺ എനിമി. അതായത് ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും കോമൺ എനിമിയായിട്ടുള്ള ബ്രിട്ടനിൽ നിന്ന് അമേരിക്കൻ കോളനികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നടത്തിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവരുടെ ഖജനാവ് കാലിയായി. നമുക്ക് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഏതെങ്കിലും 3 അവർ ചോദിച്ചിരിക്കുന്നത്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ 5 പോയിൻ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 പോയിൻറ്റും എഴുതണം. ദ വാർ വിത്ത് ബ്രിട്ടൻ ആഡഡ് ഓവർ എ ബില്യൺ ഓഫ് ലിവേഴ്സ്. ലിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് കറൻസി ഓഫ് ദാറ്റ് ടൈം. To a debt that had already increased to more than 2 billion livres. അങ്ങനെ നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ലെൻഡേഴ്സ് ഹു ഹാഡ് ഗിവൺ ദ സ്റ്റേറ്റ് ക്രെഡിറ്റ് നൗ ബിഗാൻ ടു ചാർജ് 10% ഇൻസ്റ്റെഡ് ഓൺ ദി എക്സിസ്റ്റിംഗ് ലോൺസ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട്, അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട വന്നതിൻ്റെ ഫലമായിട്ട് ഖജനാവിന് ഒരുപാട് നഷ്ടം സംഭവിച്ചു. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഷോസ് ഹൗ ദ സിസ്റ്റം ഓഫ് എസ്റ്റേറ്റ്സ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ്. ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റ് സമ്പ്രദായം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ കൂടി മനസ്സിലാക്കുക. പെസൻസ് മേഡപ്പ് ഓഫ് about 90% ഓഫ് ദി പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ ഏകദേശം 90%
പെസൻസ് ആണ്, കർഷകരാണ്. ഹൗവർ ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് ദം ഓൺഡ് ദി ലാൻഡ് ദേ കൾട്ടിവേറ്റഡ്. എന്നിരുന്നാലും അവരിൽ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു കൂട്ടം ആൾക്കാർക്ക് മാത്രമേ കൃഷി ചെയ്തിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നുള്ളൂ, ഓണർഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. എബൌട്ട് 60% ഓഫ് ദി ലാൻഡ് വാസ് ഓൺഡ് ബൈ നോബിൾസ്. ഏകദേശം 60% ഭൂമിയും നോബിൾസിൻ്റെ കയ്യിലായിരുന്നു, പ്രഭുക്കന്മാരുടെ കയ്യിലായിരുന്നു. ദി ചർച്ച് ആൻഡ് ദി അതർ റിച്ചർ മെമ്പേഴ്സ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ്. അതായത് തേർഡ് എസ്റ്റേറ്റാണ് ടാക്സ് പേ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതിന് കാരണം ഇതാണ്, നോബിൾസിൻ്റെ കയ്യിലായിരുന്നു 60% ഓഫ് ലാൻഡും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ചർച്ചിൻ്റെ കയ്യിലും തേർഡ് എസ്റ്റേറ്റിലെ റിച്ചർ മെമ്പേഴ്സിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 2 estates, ദാറ്റ് ഈസ് ദ ക്ലർജി ആൻഡ് ദി നൊബിലിറ്റി, എൻജോയ് certain privileges ബൈ ബർത്ത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ എൻജോയ് certain privileges ബൈ ബർത്ത്, ജന്മസിദ്ധമായി കിട്ടിയ കുറേ പ്രിവിലേജ് അവർക്കുണ്ടായിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദീസ് വാസ് എക്സംഷൻ ഫ്രം പേയിങ് ടാക്സസ് ടു ദി സ്റ്റേറ്റ്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവർ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളതായിരുന്നു. ദ നോബിൾസ് ഫർദർ എൻജോയ്ഡ് ഫ്യൂഡൽ പ്രിവിലേജസ്. ദീസ് ഇൻക്ലൂഡഡ് ഫ്യൂഡൽ ഡ്യൂസ് വിച്ച് ദേ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി peasants. Peasants were obliged to render services to the lord, to work in his house and fields, to serve in the army or to participate in building roads. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവർ കൃഷിക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു കുടിശ്ശികയും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. കർഷകർ പ്രഭുവിന്, അതുപോലെ തന്നെ ഈ പെസൻസ് പ്രഭുവിന് അല്ലെങ്കിൽ നോബിൾസായിട്ടുള്ള റിച്ചേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് സേവനങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായിരുന്നു. അവരുടെ വീടുകളിലും അതുപോലെ തന്നെ അവരുടെ ഫീൽഡിലുമൊക്കെ ഇവർ ജോലി ചെയ്തു കൊടുത്തു. അതുപോലെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ റോഡുകളൊക്കെ പണിയുക, ഇങ്ങനെ അതായത് എല്ലാ ജോലികളും ഈ പെസൻസിനെ കൊണ്ടായിരുന്നു ചെയ്യിച്ചിരുന്നത്. ദ ചർച്ച് ടു എക്സ്ട്രാക്റ്റഡ് its share of taxes called tithes from the peasants, and finally all members of the third estate had to pay taxes to the state. അങ്ങനെയാണ് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ മാത്രം ടാക്സ് പേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ചർച്ച ചെയ്തിരുന്നത് എന്താണ്, സഭ ചെയ്തിരുന്നത് അവരും കർഷകരിൽ നിന്ന് 1/10 നികുതി ഇനത്തിൽ പിടിച്ചെടുത്തു. അതായത് 1/10 അല്ലെങ്കിൽ ദശാംശം എന്ന് പറയാം. അങ്ങനെ നികുതി ഇനത്തിൽ ഈ കർഷകരിൽ നിന്ന് സഭയും പിരിച്ചെടുത്തു. അതിൻ്റെ ഫലമായിട്ട് തേർഡ് എസ്റ്റേറ്റിലെ എല്ലാ അംഗങ്ങളും സംസ്ഥാനത്തിന് നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നു. ദീസ് ഇൻക്ലൂഡഡ് എ ഡയറക്റ്റ് ടാക്സ് കോൾഡ് ടെയിലെ ആൻഡ് എ നമ്പർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് വിച്ച് വെയർ ലിവ്ഡ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് എവറി ഡേ കൺസംഷൻ ലൈക്ക് സോൾട്ട് ഓർ ടുബാക്കോ. അതായത് ഇവിടെ പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നതുമുണ്ട്, എന്നാൽ പരോക്ഷമായി വാങ്ങിക്കുന്ന നികുതികളും, പല തരത്തിലുള്ള നികുതികളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. ദ ബേർഡൻ ഓഫ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് ദി സ്റ്റേറ്റ് ത്രൂ ടാക്സസ് വാസ് ബോൺ ബൈ ദി തേർഡ് എസ്റ്റേറ്റ് എലോൺ. ഇതോടുകൂടി ഇന്നത്തെ പോർഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്